UDFന്റെ ഈ പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കളെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. In the time of declaring our manifesto, we are very much privileged that our Telangana Chief Minister Sri Devendra Reddy ji is here, and he is a person, he is a Chief Minister. He is a Chief Minister, implemented the guarantees declared by him within 100 days. I congratulate Mr. Devendra Reddy ji for implementing the guarantee which the Congress party declared before the election in Telangana. He implemented it within 100 days. We hope that we are also on the same path. നമ്മുടെ രാഹുൽ ഗാന്ധി പുതിയ യാത്രയുടെ സമാപനത്തിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. UDF മാനിഫെസ്റ്റോയുടെ ഭാഗമാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, മൂന്നാമത് യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, നാലാമത് നമുക്കറിയാം ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചികിത്സാ ചെലവ് 3-1 കുറയ്ക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി. അഞ്ചാമത്തത് വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ഈ 5+1 ഗ്യാരണ്ടി, 6 ഗ്യാരണ്ടികളാണ് UDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ, ഞങ്ങൾ ഈ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്തൊരു തയ്യാറെടുപ്പ് നടത്തി. 2 വർഷമായി നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുകയും ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്ത വകുപ്പുകളിൽ ഞങ്ങൾ ഗവേഷണ തുല്യമായ ഗൃഹപാഠം ചെയ്ത് ഞങ്ങൾ മാനിഫെസ്റ്റോയ്ക്ക് അപ്പുറം വലിയ തോതിൽ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഹെൽത്ത് കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടത്തി. ഞങ്ങൾ തയ്യാറാക്കിയ ഡോക്യുമെന്റ്സ് ഉണ്ട്. ആരോഗ്യ മേഖല, വ്യാവസായിക മേഖല, അതുപോലെ വിദ്യാഭ്യാസ മേഖല. അപ്പോ അത് പ്രധാനപ്പെട്ട ഇതിന്റെ ഈ മാനിഫെസ്റ്റോയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആരോഗ്യ രേഖയും വിദ്യാഭ്യാസ രേഖയും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചില സ്വപ്ന പദ്ധതികൾ എന്ന് വെച്ചാൽ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ട്രോളിയല്ല, അതും തയ്യാറാക്കിയ പദ്ധതികളാണ്. ഞാൻ ഉദാഹരണം പറയാം. മിഷൻ സമുദ്ര എന്നുള്ള പദ്ധതി തയ്യാറാക്കിയത് മാരിടൈം എക്സ്പേർട്സും ഷിപ്പിംഗ് എക്സ്പേർട്സും കൂടി തയ്യാറാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. കേരളത്തിൽ 600 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്, 2 ഇന്റർനാഷണൽ സീപോർട്ടുകളും, ഒരു കണ്ടെയ്നർ ടെർമിനലും, 17 മിനി തുറമുഖങ്ങളുണ്ട്. ഇതിനെ 3ഉം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കോസ്റ്റൽ ഷിപ്പിംഗ് ആണ് ആരംഭിക്കുന്നത്. അത് വലിയൊരു പദ്ധതിയാണ്. 2ാം ഘട്ടത്തിൽ അത് ക്രൂയിസ് ഷിപ്പിംഗ് ആയി പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നത്. ആദ്യം ചരക്കാണ് കൊണ്ടുപോകുന്നത്. റോഡിൽ നിന്നുള്ള 70% ചരക്കുകളും അതിന്റെ 4-1 ചെലവിൽ കടലിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പദ്ധതിയാണ്. 3ാം ഘട്ടത്തിൽ നമ്മുടെ തടാകങ്ങൾ, നദികൾ, 44 നദികൾ, മറ്റ് തടാകങ്ങൾ എല്ലാത്തിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വളരെ വിശാലമായ ഒരു ടൂറിസം പ്രോജക്ട്. അത് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം എന്നുള്ള UDFന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ 2ാമത്തെ പദ്ധതി, നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. 4 ഇന്റർനാഷണൽ എയർപോർട്ട്, അതിൽ 2 ഗവൺമെന്റ് കൺട്രോൾഡാണ്, കണ്ണൂരും കൊച്ചിയും. ഇതിനെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഏവിയേഷൻ രംഗത്തുള്ള വ്യോമയാന വികസന പദ്ധതിയാണ്. സമഗ്രമായ ഒരു വികസനത്തിന് വേണ്ടി ഫുൾ ഫ്ലൈറ്റ് സിമുലേറ്ററോട് കൂടിയുള്ള ആധുനികമായ പൈലറ്റ് പരിശീലനം, പൈലറ്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏവിയേഷൻ സ്റ്റാഫ് ട്രെയിനിംഗ് അടക്കം നടത്തുന്ന ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചി വിമാനത്താവളത്തിലെ 2ാം ഘട്ട റൺവേ നിർമ്മാണം, എയർപോർട്ടിന്റെ എക്കണോമിക് സോൺ, സാമ്പത്തിക മേഖലകൾ, സ്വതന്ത്ര വ്യാപാര ഗോഡൌൺ മേഖലകൾ. അത് ബാംഗ്ലൂർ എയർപോർട്ട് ഒരു എക്സാമ്പിളാണ്.
ബാംഗ്ലൂർ കർണാടകത്തിന് GDP-യിലേക്ക് 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതുപോലെ സ്വതന്ത്ര വ്യാപാര ഗോഡൌൺ മേഖലകൾ, കണ്ണൂർ വിമാനത്താവളത്തിൽ റൺവേ, ടെർമിനൽ, ഏപ്രിൽ വികസനം, വിമാനങ്ങളുടെ പരിപാലനം, മെയിന്റനൻസ്, അറ്റകുറ്റപ്പണി, സമഗ്ര പരിശോധനയ്ക്കായി മെയിന്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ് കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, പുതിയ വിമാന സർവീസുകൾക്ക് പിന്തുണ നൽകാൻ റൂട്ട് ഡെവലപ്മെന്റ് ആൻഡ് കണക്ടിവിറ്റി ഫണ്ട് അടക്കമുള്ള ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ. ഇത് ഏവിയേഷൻ എക്സ്പെർട്സ് ഇത് ഏവിയേഷൻ എക്സ്പെർട്ടുകൾ തയ്യാറാക്കിയ സമഗ്രമായ പദ്ധതികളാണ്. 27 പ്രോജക്ടുകൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വലിയ മാറ്റം ആ രംഗത്ത് ഈ 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ് ഇത്. പിന്നെ MSME സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് 100 കോടിയിലധികം വാർഷിക വരുമാന ശേഷിയുള്ള ഒരു 10,000-ഓളം MSME സംരംഭങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്ന ഒരു സമഗ്രമായ പദ്ധതിക്കാണ് രൂപം നൽകുന്നത്. അത് ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടി വരുന്നവർക്ക് 3 രീതിയിലുള്ള സഹായമാണ് ചെയ്യുന്നത്. ഒന്ന്, ചിലത് മാനേജ്മെന്റ് എക്സ്പേർട്സ് ആയിരിക്കും, പക്ഷെ അവർക്കൊരു ടെക്നിക്കൽ സൈഡ് ഉണ്ടാവില്ല, മോശമായിരിക്കും. അപ്പൊ ഗവൺമെന്റ് അവർക്ക് ടെക്നോ മെന്ററിനെ പ്രൊവൈഡ് ചെയ്യും. ചിലത് ടെക്നിക്കലി എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ മാനേജ്മെന്റ്, ഫിനാൻസ് ഇതൊന്നും അവർക്ക് പ്രാപ്തി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് മെന്ററിനെ കൊടുക്കും. അപ്പൊ മാനേജ്മെന്റ് മെന്റർ, ടെക്നോ മെന്റർ, പിന്നെ ഒരു വളരെ കുറഞ്ഞ പലിശയ്ക്ക് ഉള്ള റിവൈവൽ ഫണ്ട്, ഈ 3 കാര്യം കൊടുക്കും. ആദ്യ മാസം തന്നെ 1000 പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യും. ഈ 1000 പ്രോജക്റ്റുകളിൽ അവർക്ക് ചൂസ് ചെയ്യാം. അതിന് അവർക്ക് കൃത്യമായ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെ കേരളത്തിൽ ഒരു 10,000 സംരംഭങ്ങൾ തുടങ്ങി നമ്മുടെ ഇക്കോണമിയെ ഉത്തേജിപ്പിക്കുക, സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വിശദമായ ഒരു പ്രോജക്റ്റാണത്. പിന്നെ ഉള്ളത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെല്ലായിടത്തും ജോലിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക, തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക വളരെ വേഗത്തിൽ. അത് നമ്മുടെ എല്ലാ ദിവസവും തന്നെ ഔട്ട്ഡേറ്റഡായി മാറിയിരിക്കുക. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര തൊഴിൽ മാർക്കറ്റിലെ ജോലിയുടെ സ്വഭാവം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കും. ഇന്ത്യക്കകത്തും പുറത്തുള്ള മലയാളികളായ എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ടുള്ള വിവിധ സെക്ടറുകളിൽ ഉണ്ടാക്കും. അവർ സൂക്ഷ്മമായി ലോകത്തിലെ തൊഴിൽ മേഖല നിരീക്ഷിച്ചുകൊണ്ട് അതിന് അനുരോധമായി, അതിന് സമാന്തരമായി ഇവിടുത്തെ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്ത് അതിന് പാകത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാക്കും. സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, അവരെ റീസ്കിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ലോകത്ത് മാറുന്ന തൊഴിൽ മേഖല മാറുന്നതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നുള്ള ഒരു പുതിയ സങ്കല്പം കൊണ്ടുവരുന്നത്. അതുകൂടാതെ വയനാട് ജില്ലയിലെ മൊത്തത്തിലുള്ള കേരളത്തിലെ ആദിവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക പുരോഗതിയെ ലക്ഷ്യമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റിയും നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. പിന്നീട് പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ്സും തരുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് കോപ്പിയും തരുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി, അത് ഇനി ബാക്കിയാണ് ഹൈലൈറ്റ്. ഞാൻ ഡ്രീം പ്രോജക്ട്സ് കഴിഞ്ഞിട്ട് ശേഷി നിയമനത്തിനായി നിശ്ചിത തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള എല്ലാ മാനേജ്മെന്റുകൾക്കും കീഴിലുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് സത്വരമായി അംഗീകാരം കൊടുക്കുന്നുള്ള നടപടി സ്വീകരിക്കും. 17,000 അധ്യാപകര്, 17,000-നും 20,000-ത്തിലുള്ള ഇടയിലുള്ള അധ്യാപകർ ശമ്പളം കിട്ടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ മത്സ്യബന്ധന ബോട്ടുകൾ, KSRTC, ഓട്ടോറിക്ഷ ഉടമസ്ഥർ ഓടിക്കുന്ന ടാക്സികൾ എന്നിവയ്ക്ക് സംസ്ഥാന നികുതിയിൽ നിന്നും ഒരു ഫ്യൂവൽ സബ്സിഡി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങളിത് നേരത്തെ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. പിന്നെ ആശാ വർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപ, അംഗൻവാടി ജീവനക്കാർ, ആശ വർക്കേഴ്സ്, സ്കൂൾ പാചക തൊഴിലാളികൾ അടക്കമുള്ള സ്കീം തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കും. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടി വേഗത്തിൽ സ്വീകരിക്കും. സംസ്ഥാനത്ത് BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാക്കും. അർഹരായ കുട്ടികൾക്ക് ഇന്ത്യയിലും വിദേശത്തും പഠനത്തിന് KR നാരായണൻ സ്കോളർഷിപ്പ്, ലോൺ സ്കോളർഷിപ്പ് നൽകും. അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് 20 മാസമായി.
അപ്പോൾ ആ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും അരിയേഴ്സ് സമയബന്ധിതമായി നൽകാനും നടപടിയെടുക്കും. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്താൻ ആധുനിക സൗകര്യങ്ങളുള്ള സ്നേഹ സുമംഗലി വിവാഹ മണ്ഡപങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ആരോഗ്യ മേഖലയുടെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ അവതരിപ്പിച്ചതാണ്. എങ്കിലും അവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്യും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ചികിത്സാ ചെലവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. 70% ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ച് ജെറിയാട്രിക് കെയർ യൂണിറ്റുകൾ പ്രായമുള്ളവർക്ക് അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സെക്കൻഡറി ലെവലിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി ഹോസ്പിറ്റൽസ്, വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാനമായി അമ്മവാടി പദ്ധതി, ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ, തീരദേശ മേഖലയിൽ ട്രൈബൽ സെക്ടറിലും കോസ്റ്റൽ ഏരിയയിലുമാണ്. തീരദേശ മേഖലയിൽ കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ, ഹെൽത്ത്. പിന്നെ പോണ്ടിച്ചേരിയിലെ ജിപ്മർ മോഡലിൽ നോ ബിൽ രഹിത ആശുപത്രികൾ. ജിപ്മർ അങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ജിപ്മർ ആ മോഡൽ. പിന്നെ മുൻ UDF സർക്കാർ ആരംഭിച്ച വയനാട്, തിരുവനന്തപുരം, കോന്നി, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, കൊല്ലം മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അടിസ്ഥാന സൗകര്യം, സ്റ്റാഫ്, ഉപകരണങ്ങൾ എല്ലാം ഉറപ്പുവരുത്തും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരം ഒരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി. കാരണം പല രാജ്യങ്ങളിലും ഒരു സെമസ്റ്റർ പുറത്തുപോയി പഠിക്കാനുള്ള അവസരമുണ്ട്. അത് കേരളത്തിൽ വന്ന് പഠിക്കാൻ ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി, ഈ സ്കീം നിലവിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ഒരു സെമസ്റ്റർ ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും. സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തും. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് നടപ്പാക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അമിത രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അക്കാഡമിക് കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് ബോഡിയായി ഒരു അക്കാഡമിക് സിൻഡിക്കേറ്റ് ഉണ്ടാകും. അക്കാഡമിക് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യും. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റിൽ നടക്കുന്നത് അക്കാഡമിക് കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ചർച്ചയും നടക്കുന്നത്. അപ്പൊ അക്കാഡമിക് കാര്യങ്ങൾ മാത്രം നടത്തി വളരെ റിസർച്ച് ഓറിയന്റഡ് ആക്കി ലോക നിലവാരമുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ ഉള്ള പാകത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കെതിരായ ജാതീയമായ വിവേചനങ്ങളും പക്ഷപാതവും അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് കൊണ്ടുവരും. +1 സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. നിങ്ങൾ അവിടെ സംസാരിക്കരുന്നേ, അവിടെ സംസാരിക്കല്ലേ, അവിടെയൊന്നും സംസാരിക്കല്ലേ, പുറത്തു. കേരളത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾക്ക് പ്രോത്സാഹനം നൽകാൻ നയരൂപീകരണം. ഇത്രയും വിദ്യാഭ്യാസവും ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അക്കാഡമിഷ്യൻസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടേഴ്സിന്റെയും കോൺക്ലേവ് കൂടിയിട്ടുള്ള വളരെ വിശദമായ നിർദ്ദേശങ്ങളാണ്. ഞാനത് നേരത്തെ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള. അതുപോലെ PSC സംവിധാനം, PSCയെയും അതുപോലെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കില്ല. എവിടെ വേക്കൻസി വന്നാലും 24 മണിക്കൂറിൽ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അച്ചടക്ക നടപടി ചെയ്യും. വേക്കൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അഡ്വൈസ്മെന്റ് വായിക്കാനുള്ള സംവിധാനം, അതിനൊരു നിശ്ചിതമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. അതുപോലെ സംസ്ഥാനത്തെ മയക്കുമരുന്നും മുക്ത സംസ്ഥാനമാക്കും. മയക്കുമരുന്നിന്റെ ഉത്ഭവ, വിപണന, വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ, അതാണ് ഇപ്പൊ ചെയ്യാത്ത ആളാണ്. ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് വലിക്കുന്നവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തി ജാമ്യത്തിൽ വിട്, അവർ പുറത്തുപോയി അത്ര നേരം വലിക്കാത്തത് വലിക്കുകയും ചെയ്യാം. ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ അന്വേഷിക്കുന്നില്ല, സോഴ്സ് അന്വേഷിക്കുന്നില്ല. അപ്പൊ നമ്മുടെ പരിപാടി ബ്രേക്ക് ദ ഡ്രഗ് ചെയിനാണ്. ഭയങ്കരമായ വിപണന ശൃംഖലയാണ്, അത് പൊളിച്ചടുക്കും. അതാണ് നമ്മുടെ പ്രഖ്യാപനം. മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും. സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ തുല്യ വേതനം കിട്ടാനൊക്കെയുള്ള നടപടി സ്വീകരിക്കും.
5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും. ഭവന പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കും. SC/ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതികൾ നടപ്പിലാക്കും. അത് ലൈഫിൽ പെടുത്തിയതുകൊണ്ട് അവരോടുള്ള ഭയങ്കരമായ അവഗണനയായിരുന്നു ഈ ലൈഫ് പദ്ധതിയുടെ കാലഘട്ടത്തിൽ മുഴുവൻ. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിച്ച നടപ്പാണ്. ബജറ്റിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാർഷിക ബജറ്റ് കർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതാണ്. റബ്ബറിന് 300 രൂപ താങ്ങുവിലയാക്കും. സിയാൽ മോഡൽ റബ്ബർ കമ്പനികൾ ആരംഭിക്കും. അതുപോലെ കാർഷിക വിളകളുടെ താങ്ങുവില നിശ്ചയിച്ച സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. അതായത് പറഞ്ഞിരിക്കുന്നത്, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 50% ഉൽപ്പാദിപ്പിക്കാൻ കർഷകനുണ്ടായ ചെലവ് 50% കൂടി ചേർത്തിട്ടാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ചെയ്യും. നാണ്യവിളകളെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. കുടിയേറ്റ കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന കേസുകൾ കർഷക താൽപര്യം സംരക്ഷിച്ച് സമയബന്ധിതമായി തീർക്കും. വന്യമൃഗങ്ങളുടെ കാടിറക്കം സംബന്ധിച്ച് യഥാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഡ്രോൺ, നിർമ്മിത ബുദ്ധി, IoT അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, പരമ്പരാഗത സംവിധാനങ്ങളെയും ആധുനിക സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ച് ഈ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കും. ഭൂ ഉടമകളുടെ ഭൂമിയിൽ കടന്നു കയറുന്ന കാട്ടുമൃഗങ്ങളെ നേരിടുന്നതിന് ഭൂ ഉടമകൾക്ക് അധികാരം നൽകുന്ന നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതമാണ് ജീവിതം. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നൽകി വരുന്ന SCP TSP മാതൃകയിൽ ഒരു ഫിഷറീസ് സബ് പ്ലാനിന്റെ കൂടെ നടപ്പാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ, പെട്രോൾ സബ്സിഡി ലഭ്യമാക്കും. മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കും. 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. ഇപ്പൊ 110 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്, അപ്പോഴും 25 രൂപയാണ്, അതുപോലും കൊടുക്കുന്നില്ല. പിന്നെ വനാവകാശ നിയമം PSA നിയമം പൂർണ്ണമായും നടപ്പാക്കും. ഏകദേശം 5.5 ലക്ഷത്തോളം ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നിയമനിർമ്മാണം നടത്തി നിയമാനുസൃതമായി ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്കും മറ്റർഹരായ ഭൂരഹിതർക്കും നൽകും. ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതി പുനഃസ്ഥാപിക്കും. SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് അടക്കമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ഉറപ്പാക്കും. ഇപ്പൊ ഗ്രാന്റ് സമയത്ത് കിട്ടുന്നില്ല. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക് ബജറ്റിൽ വകയിരുത്തിയ തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്നും പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്നും ഉറപ്പുവരുത്തുന്ന ഒരു പെർഫോമൻസ് ഓഡിറ്റ് അതിനു വേണ്ടിയിട്ടൊരു നിയമം കൊണ്ടുവരും. SC/ST വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു 3 വർഷം കൂടുമ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരും. പ്രാതിനിധ്യം കുറവുണ്ടെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്ന് അത് നടപ്പാക്കും. സംവരണം ഒരു വിട്ടുവീഴ്ചയും സംവരണ കാര്യത്തിൽ ചെയ്യില്ല. ഭിന്നശേഷി ക്ഷേമത്തിനായി ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രോസസ്, ഇതിന് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഞങ്ങളുടെ പ്ലാൻ. കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ ഇന്ത്യയിലെ നമ്പർ 1 സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കും. ഗവേണൻസ്, അതായത് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഒരു കാര്യം നിർദ്ദേശിച്ചാൽ 6 മാസത്തിനകം ചെയ്യണം എന്ന് പറഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞാലേ ചെയ്യുള്ളൂ പലതും. 6 മാസത്തിനകം ചെയ്തില്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അഴിമതി ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ. പിന്നെ ടൂറിസത്തെ മുൻഗണന മേഖലയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്ക് ലഭ്യമാക്കാൻ ടൂറിസത്തെ ഇൻഡസ്ട്രിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സംസ്ഥാന പദ്ധതി അടങ്കലിൽ ഒരു നിശ്ചിത ശതമാനം വകയിരുത്തി ആർട്ടിസാൻ സബ് പ്ലാൻ നടപ്പിലാക്കും. പിന്നെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികളുള്ള മേഖലയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ. അത് സംരക്ഷിക്കുന്നതിനുള്ള അവർക്ക് സുസ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ ഉള്ള സഹായം ചെയ്യും. പിന്നെ ഇന്ത്യൻ പാചക കലയുടെയും കേരളത്തിന്റെ പാചകത്തിന്റെയും വൈവിധ്യവും രുചിയും ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുകയും കേരളത്തെ ആഗോള ഭക്ഷ്യ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്നതിനായി വിശാലമായ ഒരു ക്യാമ്പസിൽ ഒരു പാചക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകും. ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പാചക ഇൻസ്റ്റിറ്റ്യൂട്ട്
അത് നമ്മുടെ ടൂറിസത്തിന്റെ പാർട്ടായിട്ട് അതിനെ മാറ്റാം. ടൂറിസം എന്ന് പറയുന്നത് കൾച്ചറാണ്. ഭക്ഷണവും ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ വൈവിധ്യമാർന്ന ഭക്ഷണ രീതികൾ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ നമ്മൾ സിൽവർ ലൈനിനെ എതിർത്താണ്. കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് റെയിൽവേ ഹൈസ്പീഡ് കോറിഡോർ, അത് പാരിസ്ഥിതികമായി ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത, സാമ്പത്തികമായി വലിയ ബാധ്യത വരുത്തി വയ്ക്കാത്ത ഒരു ഹൈസ്പീഡ് കോറിഡോർ, റെയിൽവേ കോറിഡോർ തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെട്രോ, ലൈറ്റ് മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കും. പിന്നെ സ്പോർട്സ് ആണ്. കായിക രംഗത്ത് പ്രത്യേക കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തി 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാനുള്ള വിഷൻ 2036 നടപ്പാക്കും. പിന്നെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനും അഴിമതി മുക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകാനുള്ള പരിധി എടുത്തുമാറ്റാനും 60 വയസ്സ് കഴിഞ്ഞവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും നടപടി സ്വീകരിക്കും. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ഒരു പുതിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കും. ജീവനക്കാർക്ക് അനുകൂലമായ രീതിയിൽ അത് പരിഷ്കരിക്കും. ജീവനക്കാർക്ക്, പെൻഷൻകാർ, അധ്യാപകർ അവരുടെ DA, DR കുടിശ്ശിക തീർക്കും. ലീവ് സറണ്ടർ കൊടുക്കും. ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന ചികിത്സാ പദ്ധതി മെഡിസപ്പ് തികഞ്ഞ പരാജയമാണ്. അത് നവീകരിക്കും, പുതിയ പദ്ധതിയാക്കി അതിനെ മാറ്റും. ഇത്തരമാണ് ഹൈലൈറ്റ്സ് ആയിട്ട് പറയുന്നത്.